എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ഫെബ്രുവരി 19 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ 2026 ഒരുപാട് എക്സാംസ് വരാനുണ്ട്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാംസ് ഒരുപാടായിട്ട് നടക്കാനുണ്ട്. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ദെൻ SBCID, അങ്ങനെ വലിയ ലൈനപ്പനുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിട്ടുള്ള 2499 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ദെൻ ഇതിന്റെ ഭാഗമായിട്ട് 400 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. മോഡൽ എക്സാമുകൾ ഉണ്ടാവും, ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. ദെൻ ഇതിന്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസും മെന്റൽ സപ്പോർട്ടും ദെൻ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യുകയും. സോ അതെല്ലാം കൂടി ചേർത്താണ് 2499. സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ 75 93 98 57 57 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. ഇനി ഈ കോഴ്സിന്റെ വാലിഡിറ്റി ലൈഫ് ടൈം ആണ്. സോ അതുകൊണ്ട് തന്നെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും നിങ്ങൾക്കിത്. ദെൻ ഡിഗ്രി ലെവൽ പറഞ്ഞതുപോലെ തന്നെ 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സും ടാലന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 2026 വെബ്കോയിലുടെയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും ഒക്കെ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടാണ് ഈ ഒരു കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ദെൻ വാലിഡിറ്റി ലൈഫ് ടൈം ആയതുകൊണ്ട് തന്നെ 2027 നടക്കാനിരിക്കുന്ന LDCക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇത് യൂസ്ഫുൾ ആണ്. ദെൻ ഈ ഒരു കോഴ്സിന്റെ റേറ്റ് 1499 ആണ്. ദെൻ ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് 200 മണിക്കൂറിലേറെ റെക്കോർഡ് ക്ലാസ്സുകളും മോഡൽ എക്സാമുകളും ടോപ്പിക് വൈസ് എക്സാമുകളും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകളും ദെൻ ഇതിന്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ മെന്റൽ സപ്പോർട്ട്, ദെൻ അതുപോലെ തന്നെ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യും. സോ ഇതെല്ലാം കൂടി ചേർത്താണ് ഈ ഒരു 1499. സോ അത് പർച്ചേസ് ചെയ്യാനുള്ള നമ്പറും ഏത് തന്നെയാണ്, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ തന്നെയാണ്. ദെൻ വാലിഡിറ്റി ലൈഫ് ടൈം ആണ്, അത് മറക്കണ്ട. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതുവഴിയും പർച്ചേസ് ചെയ്യാം. സോ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കുക, എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി എത്തിച്ചേരുക. അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. അപ്പോൾ നമ്മൾ സ്വരാജ് ട്രോഫിയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. സ്വരാജ് ട്രോഫി എല്ലാവർക്കും അറിയാം, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷ കാലയളവിലെ പ്രകടനങ്ങളെ വിലയിരുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ അവാർഡ് നൽകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം സ്വരാജ് ട്രോഫി ഏതൊക്കെ കാറ്റഗറികൾ നമുക്ക് നോക്കണം, ആരെയൊക്കെ നമുക്ക് നോക്കണമെന്ന് നോക്കാം. അപ്പോൾ 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് 2026. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമേ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകും. അപ്പോൾ ആദ്യം മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്താണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി രണ്ടാമത്തേത് എളവള്ളി എന്ന് പറയുന്ന പഞ്ചായത്താണ്. എളവള്ളി എന്ന് പറയുന്ന പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലാണ്. മൂന്നാം സ്ഥാനത്ത് വന്നത് മണിയൂർ പഞ്ചായത്താണ്. മണിയൂർ പഞ്ചായത്ത് എവിടെയാണ്, കോഴിക്കോടാണ്. സോ ഇതാണ് ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. കാരണം ഇതിനു മുൻപ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതായത് സ്വരാജ് ട്രോഫിയിൽ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത് പഞ്ചായത്താണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത കാറ്റഗറി മികച്ച ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ പുരസ്കാരം കിട്ടിയത് നേമം. ഒന്നാം സ്ഥാനത്ത് നേമമാണ്. നേമം തിരുവനന്തപുരം ജില്ലയിലാണ്. ദെൻ രണ്ടാം സ്ഥാനത്ത് കൊടകരയാണ്. കൊടകര എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി മൂന്നാം സ്ഥാനത്തിലേക്ക് വരുമ്പോൾ മൂന്നാം സ്ഥാനം 2 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് പങ്കിട്ടിരിക്കുന്നത്. ഒന്ന് പെരുമ്പടപ്പ്, നമ്മൾ മുമ്പൊക്കെ സ്ഥിരം കേൾക്കാറുള്ള പേരല്ലേ. അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് പെരുമ്പടപ്പ്. ദെൻ ഉഴവൂർ, കോട്ടയം ജില്ലയിലെ ഉഴവൂർ അല്ലേ. അപ്പോൾ ഈ 2 പഞ്ചായത്തുകളാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാറ്റഗറിയിൽ മൂന്നാം സ്ഥാനത്ത് വന്നത്. ഇനി അടുത്ത കാറ്റഗറി മികച്ച ജില്ലാ പഞ്ചായത്താണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. ഏതാണ്, കൊല്ലമാണ്. ദെൻ രണ്ടാം സ്ഥാനത്ത് കണ്ണൂർ. അപ്പോൾ ഇവിടെ 1ഉം 2ഉം സ്ഥാനം മാത്രമേ ഉള്ളൂ, മൂന്നാം സ്ഥാനമൊന്നും ഇല്ല കേട്ടോ. ഇനി അടുത്തത് മികച്ച നഗരസഭയാണ്. മികച്ച നഗരസഭയുടെ കാറ്റഗറിയിൽ ഒന്നാമത് വന്നിട്ടുള്ളത് ഗുരുവായൂരാണ്. ഗുരുവായൂർ തൃശ്ശൂരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. ഇനി രണ്ടാമത് മട്ടന്നൂരാണ്. മട്ടന്നൂരും പറയേണ്ട ആവശ്യമില്ല, കണ്ണൂരാണെന്ന് എല്ലാവർക്കും അറിയാം. മൂന്നാമത് കുന്നംകുളമാണ്. കുന്നംകുളം തൃശ്ശൂരാണ്. അപ്പോൾ ഈ 3 പേരാണ് മികച്ച നഗരസഭയിൽ എത്രാമത് വന്നത്, 1, 2, 3 സ്ഥാനങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് മികച്ച കോർപ്പറേഷനാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനാണ്. സോ അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മുടെ എന്താണ് സ്വരാജ് ട്രോഫിക്കുള്ള കാറ്റഗറി എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരമാണ്. നമുക്കറിയാം ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള അവാർഡുകളും എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നഗരങ്ങളിൽ മഹാത്മാ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയും നമ്മുടെ ഗ്രാമങ്ങളിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമാണ് ഇതിന് മുൻപ് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത വർഷം തൊട്ട് എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയണം. കാര്യം എന്താണ്, ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് VBG റാംജി എന്ന് പറയുന്ന ബില്ലൊക്കെ അവതരിപ്പിച്ചത് അല്ലേ. അപ്പോൾ അത് അടുത്ത അവാർഡിന്റെ കാര്യമാണ്. സോ നമുക്ക് അതപ്പം നോക്കാം. ഇപ്പൊ നോക്കുക, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരമാണ്. ഇപ്പോൾ നഗരങ്ങളിലേതാണ്. അപ്പോൾ അതിൽ മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള പുരസ്കാരത്തിൽ ഒന്നാമത് വന്നത് ഷൊർണൂരാണ്. ദെൻ രണ്ടാമത് താനൂരാണ്. അതുപോലെ തന്നെ മികച്ച കോർപ്പറേഷനിൽ ഒന്നാമത് വന്നത് കൊല്ലമാണ്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നഗരങ്ങളിലാണ് എന്തെന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം. ഇനി ഗ്രാമത്തിലേക്ക് വരുമ്പോൾ മഹാത്മാ അവാർഡാണ്. കാരണം മഹാത്മാഗാന്ധി
ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയാണ് അല്ലേ. അപ്പോൾ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് അത് മഹാത്മാ അവാർഡാവും. സോ ഇവിടെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് 1ാം സ്ഥാനത്ത് പെരിങ്കടവിള, 2ാം സ്ഥാനത്ത് ചിറയൻകീഴ്, 3ാം സ്ഥാനത്ത് നേമം. ഇത് 3 ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്ത കാറ്റഗറി ആയിട്ട് ഗ്രാമപഞ്ചായത്തും കൂടെ, അതായത് മഹാത്മാ അവാർഡിലെ ഗ്രാമപഞ്ചായത്തും കൂടെ നമുക്കൊന്ന് നോക്കി വെക്കാം. അതിൽ ഇടവക, വയനാട് ജില്ലയിലെ ഇടവകയാണ് ഒന്നാമത്, കള്ളിക്കാട് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് രണ്ടാമത്, ദെൻ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പെരിങ്കടവിള മൂന്നാമത്. സോ ഇതാണ് നമ്മുടെ സ്വരാജ് ട്രോഫിയുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേറെ കൂടുതലായിട്ട് നമുക്കൊന്നും നോക്കാനില്ല. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സ്വരാജ് ട്രോഫി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡാണ് സ്വരാജ് ട്രോഫി. ദെൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിലവിൽ MP രാജേഷ് ആണ്. ഇനി മിനിസ്ട്രി മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യും. ദെൻ എന്തൊക്കെയാണ് ഈ ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ട കാറ്റഗറികൾ നമ്മൾ നോക്കി കഴിഞ്ഞു. അതിൽ 1, 2, 3 സ്ഥാനക്കാരെ നമ്മൾ നോക്കി കഴിഞ്ഞു. സോ അത്രയും എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാര്യം ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്ന വ്യക്തി ആരാണ്? താരിഖ് റഹ്മാൻ. അപ്പോൾ അത് ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നത് മാത്രം. അതായത് 2026 ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആരാണ്? താരിഖ് റഹ്മാനാണ്. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഖാലിദാസ് എയുടെ മകനാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓം ബിർളയാണ് കേട്ടോ. ഓം ബിർളയാണ്. ഓം ബിർള എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ, നിലവിലെ നമ്മുടെ ലോക്സഭാ സ്പീക്കറാണ്. ആരെന്ന് പറയുന്നത് ഓം ബിർള. സോ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു നിയമനമാണ്. അതായത് PSLV C-62 വിക്ഷേപണ പരാജയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഉന്നതതല അന്വേഷണ സമിതി എന്ത് ചെയ്തു, നിയോഗിച്ചു. അപ്പോൾ നമുക്കറിയാം 2026 ജനുവരി 12 നമ്മുടെ യുവജന ദിനത്തിന്റെ അന്നാണ് എന്ത് ചെയ്ത് ഈ ഒരു മിഷൻ വിക്ഷേപിച്ചത്. അപ്പോൾ 2026 ജനുവരി മാസം 12 വിക്ഷേപിച്ചു. അപ്പോൾ ഇതെന്ന് പറയുന്നത് അന്വേഷ എന്ന് പറയുന്ന ഉപഗ്രഹത്തിന്റെ എന്താണ് വിക്ഷേപണമായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, നിർഭാഗ്യവശാൽ ഈ ഒരു മിഷൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മിഷൻ പരാജയപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ PSLV ദൗത്യ പരാജയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അജിത് ഡോവൽ, നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ, VSSയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഈ ഒരു PSLV C-62 വിക്ഷേപണ പരാജയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു ഉന്നതതല അന്വേഷണ സമിതി എന്ത് ചെയ്തത്, നിയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഒരു അന്വേഷണ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് വിജയരാഘവനാണ് കേട്ടോ, K വിജയരാഘവനാണ്. ദെൻ അതിന്റെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് S സോമനാഥാണ്. S സോമനാഥ് നമുക്കറിയാമല്ലോ, മുൻ ISRO ചെയർമാനാണ്, ISROയുടെ 10ാമത്തെ ചെയർമാനാണ്. ISRO ചെയർമാനായ 5ാമത്തെ മലയാളിയാണ്. ആദിത്യ L1, അതുപോലെ ചന്ദ്രയാൻ 3, SpaceX, എക്സ്പോസാറ്റ് തുടങ്ങിയ ദൗത്യങ്ങളൊക്കെ വിക്ഷേപിക്കുന്ന സമയത്ത് ISRO ചെയർമാൻ എന്ന് പറയുന്നത് സോമനാഥാണ്. സോ അദ്ദേഹമാണ് ഈ ഒരു അന്വേഷണ കമ്മിറ്റിയുടെ എന്തെന്ന് പറയുന്നത് ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. സോ അതുകൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ നമ്മളിവിടെ പറഞ്ഞു PSLV C-62 വിക്ഷേപണ പരാജയത്തെക്കുറിച്ച് പഠിക്കാനായിട്ടാണ് കമ്മീഷൻ. അത് വിക്ഷേപിച്ചത് 2026 ജനുവരി 12. ദെൻ ഇതിന് മുൻപ് ഒരു PSLV C-61 ഉണ്ടായിരുന്നു കേട്ടോ, C-61 ഉണ്ടായിരുന്നു. അത് 2025 മെയ് മാസം 18 എന്ത് ചെയ്തത്, വിക്ഷേപിച്ചത്. അത് EOS-09 എന്ന് പറയുന്ന ഒരു ദൗത്യമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, അതും ഫെയിലിയർ ആയിരുന്നു കേട്ടോ, അതും ഫെയിലിയർ ആയിരുന്നു. അതുകൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി ഭരണസമിതിയുടെ കാലാവധി നീട്ടി എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു, കേരള സാഹിത്യ അക്കാദമി ഭരണസമിതിയുടെ കാലാവധി നീട്ടിയിരിക്കുകയാണ്. സോ നമ്മൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയെ പറ്റി പറയുമ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അതായത് നിലവിൽ വന്നത് 1956 എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് K സച്ചിദാനന്ദനാണ്. ആരാണ്? K സച്ചിദാനന്ദനാണ് നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ ആസ്ഥാനം എവിടെയാ, തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി ഭരണസമിതിയുടെ കാലാവധി നീട്ടിയിരിക്കുന്നു. നിലവിലെ അധ്യക്ഷൻ ആരാണ്? അത് K സച്ചിദാനന്ദനാണ്. ഈ പറയുന്ന കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത് 1956 അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് AK ഗോപാലന്റെ സ്മരണയ്ക്കായിട്ട് കേരള സർക്കാർ നിർമ്മിച്ച AKG സ്മാരക മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്, AK ഗോപാലന്റെ സ്മരണയ്ക്കായിട്ട് കേരള സർക്കാർ നിർമ്മിച്ച AKG സ്മാരക മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരളശ്ശേരിയാണ്. ഈ പറയുന്ന പെരളശ്ശേരി എന്ന് പറയുന്നത് കണ്ണൂരാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ ചർച്ച ചെയ്യാം. ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു, അതിന്റെ എന്താണ് തറക്കല്ലിട്ടിരിക്കുകയാണ്. ദെൻ കണ്ണൂരാണ് നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. പാവങ്ങളുടെ പടത്തലവൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഈ പറയുന്ന AK ഗോപാലനാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്യുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഹെലികോപ്റ്ററിനെ പറ്റിയാണ്. അതായത് എവറസ്റ്റ് കൊടുമുടിയിൽ ലാൻഡ് ചെയ്ത റെക്കോർഡ് സ്ഥാപിച്ച ഫ്രഞ്ച് നിർമ്മിത ഹെലികോപ്റ്റർ. അപ്പോൾ എന്താണ് പറഞ്ഞത്, എവറസ്റ്റ് കൊടുമുടിയിൽ ലാൻഡ് ചെയ്ത് റെക്കോർഡ് സ്ഥാപിച്ച ഫ്രഞ്ച് നിർമ്മിത ഹെലികോപ്റ്ററാണ് എന്ന് പറയുന്നത് H125 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പോൾ 2027 കൂടി ആദ്യമായിട്ട് ഈ ഒരു റോക്കറ്റ് ഇന്ത്യ തന്നെ നിർമ്മിച്ച് എന്ത് ചെയ്യും, പുറത്തിറക്കും എന്നൊക്കെയാണ് പറയുന്നത്. then ഇതിന്റെ ഒരു പ്ലാന്റ് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയിലെ കോലാറിലാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ H125 എന്ന് പറയുന്ന
ഹെലികോപ്റ്റർ. എന്താണ് പ്രത്യേകത പറഞ്ഞത്? എവറസ്റ്റ് കൊടുമുടിയിൽ ലാൻഡ് ചെയ്ത് റെക്കോർഡ് സ്ഥാപിച്ച ഫ്രഞ്ച് നിർമ്മിത ഹെലികോപ്റ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യാൻ പോകുന്നു? തദ്ദേശീയമായിട്ട് നിർമ്മിക്കാൻ പോകുന്നു. ഇന്ത്യൻ നിർമ്മിത H125 എന്ന് പറയുന്ന ഹെലികോപ്റ്റർ എന്ത് ചെയ്യാൻ പോകുന്നു? 2027 എന്ത് ചെയ്യും? പുറത്തിറങ്ങുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് T20 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് എടുക്കുന്ന ആദ്യ താരം. അപ്പോൾ ഇവിടെ ഞാൻ T20 ക്രിക്കറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. T20 ക്രിക്കറ്റ് ആകുമ്പോൾ എന്താണ് നമ്മുടെ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റ് വരും, ദെൻ പ്രീമിയർ ലീഗുകൾ IPL പോലെയുള്ള പ്രീമിയർ ലീഗുകളൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് T20 ഫോർമാറ്റിൽ 700 വിക്കറ്റ് എടുക്കുന്ന ആദ്യ താരം എന്ന് പറയുന്നത് റാഷിദ് ഖാൻ ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ റാഷിദ് ഖാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ താരമാണ് കേട്ടോ. അഫ്ഗാന്റെ താരമാണ്. നിലവിലെ T20 ലോകകപ്പ് കളിച്ച് അഫ്ഗാനിസ്ഥാനെ നയിച്ചതും ആര് തന്നെയാണ്? റാഷിദ് ഖാൻ ആണ്. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യം, 2026 ഫിഡെ ഫ്രീ സ്റ്റൈൽ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? മാഗ്നസ് കാൾസൺ ആണെന്നുള്ള കാര്യം ഓർക്കുക. തന്നെ ഇദ്ദേഹം ഫാബിയാനോ കരുവാനയെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്തത്? കിരീടം നേടിയെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ആദ്യമായിട്ടാണ് എന്ത് ചെയ്തത്? ഫിഡെ ഔദ്യോഗികമായിട്ട് ഒരു ഫ്രീ സ്റ്റൈൽ ചെസ് ചാമ്പ്യൻഷിപ്പ് എന്ത് ചെയ്യുന്നത്? സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഫിഡെയുടെ ആദ്യത്തെ ഔദ്യോഗിക ഫ്രീ സ്റ്റൈൽ ചെസ് ചാമ്പ്യൻഷിപ്പാണ് 2026 നടന്നത്. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് T20 ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? അപ്പോൾ T20 ലോകകപ്പ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. എന്നിരുന്നാൽ തന്നെയും ഇതിനിടയിൽ വരുന്ന ചില പ്രധാനപ്പെട്ട നേട്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? നോക്കി തന്നെ പോവാം. അപ്പോൾ അതിൽ ആദ്യത്തേത് T20 ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? അത് യുവരാജ് സംറ. ആരാണ്? യുവരാജ് സംറയാണ്. അപ്പോൾ ഇദ്ദേഹം കാനഡയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കളിക്കുന്നത്. അപ്പോൾ കാനഡയ്ക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് യുവരാജ് സംറ. അപ്പോൾ യുവരാജ് സംറയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? T20 ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന് പറയുന്ന നേട്ടം സ്വന്തമാക്കിയത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ, നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഒരു ബാലികേറ മലയാണ് എങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു റെക്കോർഡ് ക്ലാസ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഒരു റെക്കോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 200 മണിക്കൂറിലേറെയുള്ള എക്സ്പെർട്ടഡ് ഫാക്കൽറ്റീസിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടാം. ദെൻ ടോപ്പിക് വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കിട്ടാം. ദെൻ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ കിട്ടും. ദെൻ 200-ലധികമുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും. ദെൻ മെന്റർ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വലിയൊരു എമൗണ്ട് ആവും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിചാരം വേണ്ട. വെറും 399 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ പർച്ചേസ് ചെയ്യാനുള്ള ഫോൺ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും കേട്ടോ. ഫോൺ നമ്പർ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. സോ നിങ്ങൾക്ക് അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്തതിനുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? സ്വരാജ് ട്രോഫിയാണ്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ മാത്രം നോക്കി പോവാടാ. അപ്പോൾ 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫി. അപ്പോൾ മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലക്കലാണ്, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേമമാണ്, ദെൻ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്, മികച്ച നഗരസഭ ഗുരുവായൂരാണ്, ദെൻ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ഇത്രയും കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഇനി അതിനുശേഷം പറഞ്ഞത് ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? താരിഖ് റഹ്മാനാണ്. ദെൻ അതിനുശേഷം പറഞ്ഞു PSLV C-62 വിക്ഷേപണ പരാജയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ ഒരു ഉന്നതതല അന്വേഷണ സമിതിയെ നിയമിച്ചു. വിജയരാഘവനാണ് അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ S സോമനാഥാണ്. അതിനുശേഷം പറഞ്ഞത് AKG സ്മാരകം വരാൻ പോവുകയാണ്. എവിടെയാണ്? പെരളശ്ശേരിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി ഭരണസമിതിയുടെ കാലാവധി നീട്ടിയ കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു? H125 എന്ന് പറയുന്ന ഹെലികോപ്റ്ററിനെ പറ്റി പറഞ്ഞു അല്ലേ. എന്താ അതിന്റെ പ്രത്യേകത? എവറസ്റ്റ് കൊടുമുടിയിൽ ലാൻഡ് ചെയ്ത് റെക്കോർഡ് സ്ഥാപിച്ച ഫ്രഞ്ച് നിർമ്മിത ഹെലികോപ്റ്റർ ആണ് H125. പക്ഷേ ഇത് എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു? ഇതിന്റെ ഒരു നിർമ്മാണ യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത് നിർമ്മിക്കാനായിട്ട് പോവുകയാണ്. അതിനുശേഷം പറഞ്ഞു T20 ക്രിക്കറ്റിൽ 700 വിക്കറ്റ് എടുക്കുന്ന ആദ്യ താരം ആരാണ്? റാഷിദ് ഖാൻ ആണ്. ദെൻ 2026 ഫിഡെ ഫ്രീ സ്റ്റൈൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ആരാണ് നേടിയത്? മാഗ്നസ് കാൾസൺ ആണ്. ദെൻ അതിനുശേഷം T20 ലോകകപ്പിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? യുവരാജ് സംറയാണ്. അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2025-26 പ്രകാരം ഒന്നാമതുള്ള രാജ്യം ഏതാണ്? ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, നോർവേ, ഫിലിപ്പൈൻസ്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2026 ഫെബ്രുവരിയിൽ ഇറാൻ അമേരിക്ക 2ാം ഘട്ട ആണവ ചർച്ചയ്ക്ക് വേദിയാവുന്നത് എവിടെയാണ്? മസ്കറ്റ്, ജനീവ, ദോഹ, അബുദാബി. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2026 ഫെബ്രുവരിയിൽ ഗിഫ്റ്റ് സിറ്റി ചെയർമാനായിട്ട് നിയമിതനായത് ആര് എന്നാണ്. അപ്പോൾ ഉദയ് കൊടക് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, കൊടക് മഹീന്ദ്ര ബാങ്കിന്റെ സ്ഥാപകനാണ് ഈ പറയുന്ന ഉദയ് കൊടക് എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ മിലിറ്ററി അഡ്വഞ്ചർ ചലഞ്ച് കപ്പ് 2026 വേദി എവിടെയെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ ഏതാ? ഓപ്ഷൻ ബി ആണ്, ഇന്ത്യ ആണ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ഫെബ്രുവരി 19-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.